ഒരു 6-7 വർഷമായിട്ട് തന്നെ നാട്ടുകാർക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ അയൽവാസികളാണ് ഇതിൻ്റെ ഒരു പ്രയാസം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. പോലീസ് കേസ് ഉണ്ടാകുന്ന സമയത്ത് ആളെ വന്ന് കസ്റ്റഡിയിലെടുക്കും. പിന്നെ മണിക്കൂർ കൊണ്ട് തന്നെ ആൾ തിരിച്ച് വീട്ടിലെത്തും. ചില സമയങ്ങളിൽ പോലീസ് വന്നാലും ആൾ വാതിൽ തുറക്കാതെ പോലീസിന് തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരു 6-6:15 ആകുമ്പോഴാണ് അടുത്ത വീട്ടിലെ സ്ത്രീ കാര്യം വിളിച്ചു പറയുന്നത്. അപ്പം കത്തുന്നതാണ്. അതിനകത്ത് ഇനി ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ മുൻഭാഗം ഷീറ്റ് ആയതുകൊണ്ട് ആ ഭാഗം മാത്രം കത്തി നശിച്ചില്ല. ബാക്കിയൊന്നും ഇനി ആ വീട്ടിൻ്റെ അകത്തില്ല. തീ വെച്ചതാണെങ്കിൽ എന്തായാലും കേസ് എടുക്കും. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വെള്ളയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ ഒരു കത്തിക്കരിഞ്ഞ വീടിനുള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വീടിന്റെ ഉടമസ്ഥനായ ഫൈജാസ് എന്ന ഹംസത്ത് അലി നാട്ടുകാർക്ക് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. സ്ഥിരമായിട്ട് മദ്യപിച്ച് ചുറ്റുവട്ടത്തുള്ളവരെ അസഭ്യം പറയുക, മറ്റുള്ളവരെ മർദ്ദിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടായിരുന്നു. നിരന്തരമായി നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഇയാളുടെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ല എന്നടക്കം നാട്ടുകാർ പരാതിയായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഫൈജാസിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം പോലീസ് ഫൈജാസിനെ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇന്നലെയും അതേ തുടർന്ന് ഒരു അടിപിടി ഉണ്ടാവുകയാണ്. ഇന്നലെ പോലീസുകാർ ഫൈജാസിനെ പിടിച്ചുകൊണ്ടു പോകുന്നു. എന്നാൽ ഇന്ന് രാവിലെ നാട്ടുകാർ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഫൈജാസിന്റെ വീട് ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞ് കിടക്കുന്നതായിട്ടാണ് നാട്ടുകാർ കണ്ടത്. ആരാണ് തീ വെച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തൊക്കെയായാലും ഫൈജാസിന്റെ അക്രമത്തിൽ സഹികെട്ട ആരോ ആയിരിക്കും ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് തീർച്ചയാണ്. ആരാണ് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നു. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം. ഇപ്പോൾ വാർഡ് മെമ്പർ കൂടിയ റംലത്ത് നമ്മളോടുകൂടി ചേരുന്നു. ഇത്തരത്തിൽ ഒരു ഈ ഇദ്ദേഹത്തിന്റെ വീട് തീവച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളെങ്ങനെയാണ് സ്വഭാവം? ആളെന്ന് പറഞ്ഞാൽ ഒരു 6-7 വർഷമായിട്ട് തന്നെ നാട്ടുകാർക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ അയൽവാസികളാണ് ഇതിൻ്റെ ഒരു പ്രയാസം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് രാത്രിയാണ്, ഒരു അർദ്ധരാത്രിയൊക്കെ ആകുമ്പോഴാണ് വാതിൽ വന്ന് മുട്ടിയിട്ട് വാതിൽ തുറന്നിട്ടില്ലേ പിന്നെ ചവിട്ടി പൊളിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ തൊട്ടടുത്ത് ഒക്കെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളും അതേപോലെ പ്രായമുള്ള ആളുകൾ താമസിക്കുന്ന വേറൊരു വീട്ടിൽ ആണുങ്ങളില്ലാത്ത വീടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ആളാണ് ആ നാട്ടിലെ വലിയ ആൾ എന്നുള്ള രീതിയിൽ പുറത്തുനിന്ന് ആര് വന്നാലും ആൾ ചോദ്യം ചെയ്യും. അങ്ങനെ ചെയ്ത ഒരു 2-3 വർഷം മുമ്പ് അടുത്ത വീട്ടിലെ കുട്ടീൻ്റെ ഫ്രണ്ടിനെ കുത്തി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വെള്ളയിൽ തന്നെയുള്ള ഒരാളെ ബട്ട് റോഡിൽ വെച്ചിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസ് കേസ് ഉണ്ടാകുന്ന സമയത്ത് ആളെ വന്ന് കസ്റ്റഡിയിലെടുക്കും. പിന്നെ മണിക്കൂർ കൊണ്ട് തന്നെ ആൾ തിരിച്ച് വീട്ടിലെത്തും. ചില സമയങ്ങളിൽ പോലീസ് വന്നാലും ആൾ വാതിൽ തുറക്കാതെ പോലീസിന് തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിയമപാലകർ ഒന്നും കൂടെ ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ പാലിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെയൊക്കെ ഒഴിവാക്കാം. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ തുടർച്ചയാണ്. ഞായറാഴ്ച പ്രശ്നം ഉണ്ടായി ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്ന് നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു ആൾക്ക്. അത് കഴിഞ്ഞ് ഇന്നലെ അതിൻ്റെ പേരിൽ തന്നെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പിന്നെ പോലീസ് ആളെ കൊണ്ടുപോയി. ആ സമയത്ത് ഈ വീട്ടിൽ ഇതോടനുബന്ധിച്ച് ചെറിയ രീതിയിൽ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്താണ് പോലീസ് ആളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആള് കസ്റ്റഡിയിലാണെങ്കിൽ, അതായത് ഞായറാഴ്ച മുതൽ ആള് കസ്റ്റഡിയിലാണെങ്കിൽ ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഇപ്പം ഇന്ന് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. 5:30 വെള്ളയിൽ പോലീസ് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു 6-6:15 ആകുമ്പോഴാണ് അടുത്ത വീട്ടിലെ സ്ത്രീ കാര്യം വിളിച്ചു പറയുന്നത്. അപ്പം കത്തുന്നതാണ്. വീട് പൂർണ്ണമായിട്ടും ഏറെക്കുറെ കത്തി നശിച്ചിട്ടുണ്ട്. ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല. അതിനകത്ത് ഇനി ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ മുൻഭാഗം ഷീറ്റ് ആയതുകൊണ്ട് ആ ഭാഗം മാത്രം കത്തി നശിച്ചില്ല. ബാക്കിയൊന്നും ഇനി ആ വീട്ടിൻ്റെ അകത്തില്ല. ഫൈജാസ് എന്ന പേരുള്ള ഹംസത്ത് അലി, ഇയാളുടെ കൂടെ ആരുമില്ല? ഇയാൾ ഒറ്റയ്ക്കാണ് താമസം? വീട്ടിലെ ആള് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഉമ്മയും 2 സഹോദരിമാരും ഒരു അനിയനുമാണ് ഉള്ളത്. പിന്നെ വൈഫും ഉണ്ടായിരുന്നു. വൈഫും ഉപേക്ഷിച്ച് പോയി. ഇപ്പോൾ ആരും ഇല്ലാതെ ആള് തനിച്ചാണ്. ഈ തനിച്ചുള്ള താമസം തന്നെ ഈ മദ്യപാനത്തിന് നല്ല സൗകര്യമാണ്. അപ്പോൾ ആൾക്ക് അതിന് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ആളുകളായിട്ട് അവിടെ നിന്നിട്ട് മദ്യപിച്ചാലാണ് ആള് ഈ രീതിയിൽ പിന്നെ വയലൻ്റ് ആവുക. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരാളാണ്. പക്ഷെ ഒട്ടുമിക്ക സമയങ്ങളിലും രാത്രിയായാൽ മദ്യപിക്കും.
ഇത് ആരാണ് ഈ തീ വെച്ചതെന്ന് സംബന്ധിച്ച് പോലീസുകാർ എന്തെങ്കിലും സൂചന നൽകി? പോലീസ് ഇതുവരെ സൂചന ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും കണ്ടുപിടിക്കും, കേസെടുക്കും. ആളുകളെ പേരിൽ അങ്ങനെ തീ വെച്ചതാണെങ്കിൽ എന്തായാലും കേസെടുക്കും. ഇപ്പോ ഒരു ഗ്യാസൊക്കെ ചോർന്നിട്ടോ അല്ലെങ്കിൽ ഗ്യാസിന് തീ പിടിച്ചോ ആ രീതിയിൽ ഒരു ചാൻസ് ഇല്ല. കാരണം ഗ്യാസ് ഇല്ല. വേറെ ഏതെങ്കിലും രീതിയിലാണ് കത്തിയതാണോ കത്തിച്ചതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതെന്തായാലും പോലീസിന്റെ ഉത്തരവാദിത്വം കണ്ടുപിടിക്കും. നാട്ടുകാർക്ക് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടായിരുന്നു ഇയാൾ. നാട്ടുകാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് പിന്നെ ഭാഗത്തുനിന്ന് ആ രീതിയിൽ നിയമപാലകരുടെ ഭാഗത്തുനിന്ന് വേണ്ട പരിഗണന കിട്ടിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ രീതിയിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇനി ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള രീതിയിലും ഇനിയും നാട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ആ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ സ്വസ്ഥമായിട്ട് ഫൈജാസിന് താമസിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. കാരണം ഇനി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഫൈജാസിന്റെ അടുത്ത് നിന്ന് തിരിച്ചും അതേപോലെ നാട്ടുകാർ അങ്ങോട്ടും എന്തായാലും പ്രശ്ന സാധ്യത കാണുന്നുണ്ട്. നല്ല പ്രയാസമുണ്ട് ഈ കാര്യത്തിൽ. എന്തിനായാലും ഈ വീടിന്റെ ഉടമസ്ഥനായ ഫൈജാസ് എന്ന ഹംസത്ത് അലി നാട്ടുകാർക്കൊക്കെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് അയാളെ പിടിച്ചുകൊണ്ടുപോയ സമയത്താണ് അയാളോട് വിദ്വേഷമുള്ള ആരെങ്കിലും ആയിരിക്കും ഒരു പക്ഷേ വീടിന് തീ വെച്ചത്. ഇനി തീ വെച്ചതാണോ അതോ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് തീ പിടിച്ചതാണോ എന്നുള്ളതും വ്യക്തമല്ല. തീ പിടിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച വാർഡ് കൗൺസിലർ അടക്കം പറഞ്ഞത്. എന്തിനായാലും നാട്ടുകാരെല്ലാവരോട് ചേർന്നൊരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. ഹംസത്ത് അലി ഇനി തിരിച്ചു വരികയാണെങ്കിൽ അയാളെ ഇനി ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. കാരണം ഈ നാട്ടുകാർക്ക് സമാധാനമായിട്ട് ജീവിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നാട്ടുകാർ ഇയാളുടെ ശല്യം സഹിക്കുക വയ്യാതെ ഇയാളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. എന്ത് തന്നെയായാലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനൊരു ഉത്തരം പറയേണ്ടത് പോലീസാണ്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.